സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. അശോകൻ്റെ മുഖത്ത് ചെറിയൊരു വാട്ടമാണ്. കാരണം വൈശാഖൻ ആളുടെ ഓഫർ നിരാകരിച്ചത് കൊണ്ടായിരുന്നു. എങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടം അമ്മ ഉണ്ടാക്കി വെക്കാം, ശ്യാമള പറഞ്ഞു. വൈശാഖേട്ട, അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? റൂമിലെത്തിയതും ലക്ഷ്മി വൈശാഖിനെ നോക്കി. അച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞു. അതിലേത് കാര്യമാണ്? ലക്ഷ്മി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിലും അവൻ അറിയാത്ത ഭാവം നടിച്ചു. അച്ഛൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇനി വൈശാഖേട്ടൻ കൂട്ടി നോക്കി നടത്താൻ പറഞ്ഞില്ലേ? അതീവ സന്തോഷമാണ് അവൾക്ക്. പറഞ്ഞു. നെക്സ്റ്റ് വീക്ക് മുതൽ ഏട്ടനവിടെ പോകാൻ തുടങ്ങണം. അവൾ അവൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. എന്നിട്ട് അവൻ്റെ കൈപിടിച്ച് അവളുടെ മടിയിലേക്ക് വെച്ചു. തൊട്ടു പോകരുതെന്ന് പറഞ്ഞവളാണ്. അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. എന്നാലും ഉള്ള കാര്യം മോളോട് പറയണമല്ലോ. ഏട്ടൻ കാലത്തെ ടൗണിൽ പോകുമ്പോഴേ എന്നെ ഇറക്കിയാൽ മതി. ഞാൻ കോളേജിലേക്ക് പോയിക്കോളാം. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങാം. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് വരാമല്ലോ. അതൊന്നും നടക്കില്ല ലക്ഷ്മി, ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു. പെട്ടെന്ന് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അതെന്താ? എന്താണ് കാര്യം? പറയൂ. പറയാം, നീ ഇവിടെ ഇരിക്കുക. അവൻ കുറച്ച് ബലമായിട്ട് അവളെ പിടിച്ച് തൻ്റെ ഒപ്പ് വരുത്തി. എന്നിട്ട് അവളുടെ കൈയെടുത്തവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവളത് വിടുവിക്കുവാൻ ശ്രമം നടത്തി. അച്ഛൻ്റെ അധ്വാനം കൊണ്ട് അച്ഛൻ പടുത്തുയർത്തിയ സംരംഭമല്ലേ, അത് അച്ഛൻ തന്നെ നോക്കി നടത്തിക്കോളും. എനിക്കൊരു ജോലി ഞാൻ ശരിയാക്കി എടുത്തോളാം. അവൾ അവനിൽ നിന്നും തൻ്റെ കൈകൾ എടുത്തു മാറ്റി. പഠിത്തം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഒരു ജോലി സ്വന്തമായിട്ടായില്ലല്ലോ. എന്നിട്ടിപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതവുമല്ല. കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴേക്കും ഭാര്യ വീട്ടിൽ കയറി ഇതൊക്കെ കൈകെടുത്തുന്നത് ശരിയല്ല എൻ്റെ പ്രിയതമേ. അവൻ പറഞ്ഞുവെങ്കിലും അവൾ അവനെ മനസ്സിലാക്കിയിരുന്നില്ലെന്ന് അവന് തോന്നി. ആ, എന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് ഇറങ്ങാല്ലേ, അവൾ പുച്ഛത്തിൽ പറഞ്ഞു. നീ ഇത്രയും വറിയിടാവേണ്ട കാര്യമില്ല. നിനക്ക് ചിലവിനുള്ളത് ഞാൻ തരും. അതിന് അച്ഛൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യമില്ല. എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു തരുമോ? ലക്ഷ്മിക്ക് കലി കയറി. താമസിയാതെ പറയാൻ എൻ്റെ ലക്ഷ്മിക്കുട്ടി. അവൻ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവനെ തള്ളി മാറ്റി. മര്യാദയ്ക്കിരുന്നോണം, വെറുതെ സീനുണ്ടാക്കരുത്. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് പോയി. വൈശാഖൻ കട്ടിലിൽ മലർന്ന് കിടക്കുകയാണ്. അച്ചി വീട്ടിൽ കയറിപ്പറ്റി അവരുടെ ബിസിനസ്സും നോക്കി നടത്തി അതിൽ നിന്നൊരു വിഹിതവും പറ്റി ജീവിക്കാൻ താനൊരു അച്ചിക്കോന്തനല്ല. മേലെടുത്ത് ശേഖരൻ്റെ മകനാണ് താൻ. അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമാണ് തൻ്റേത്. അല്ലാതെ അച്ചിക്കോന്തൻ എന്ന പേര് ഇപ്പോഴേ എടുത്ത് തലയിലേക്ക് ഇടുന്നില്ല. അത് അശോകനല്ല, അയാളുടെ വല്യച്ഛൻ പറഞ്ഞാലും നടക്കില്ല. വൈശാഖന് ഒറ്റ വാക്കേ ഉള്ളൂ. സാരമില്ല മോളെ, അയാൾക്കത് താല്പര്യമില്ല. ഒരു കണക്കിന് അതാ നല്ലത്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കണ്ടല്ലോ. അശോകനൊരു വിശദീകരണം നടത്തുകയാണ്. എന്നാലും അച്ഛ, ഇതൊരു നല്ല കാര്യമല്ലായിരുന്നോ? എന്നിട്ട് ഏട്ടൻ. വൈശാഖന് അന്തസ്സുള്ളവനാ മോനെ. ആ സ്ഥാനത്ത് രാജീവായിരുന്നെങ്കിൽ എപ്പോൾ കൈക്കലാക്കി നോർത്താൽ മതി. ശ്യാമളയത് പറയുമ്പോൾ അശോകനും തോന്നി അതാണ് സത്യമെന്ന്. കുറേയേറെ സമയമെടുത്താണ് മകളെയൊന്നും മനസ്സിലാക്കി കൊടുത്തത്. സുമിത്രയും വീണയും ഉണ്ണിമോളുമൊക്കെ ലക്ഷ്മിയെ വിളിച്ചിരുന്നു. ഇടയ്ക്ക് വിജിയും അവളെ വിളിച്ചു. അവിടേക്ക് നാളെ കാലത്തെ ചെല്ലണമെന്ന് അവൾ പറഞ്ഞു. ഏടത്തി പോയിട്ട് ഒരു രസവും ഇല്ല അല്ലേമേ? ഉണ്ണിമോളത് പറയുമ്പോൾ സുമിത്രയ്ക്കും തോന്നിയത് ശരിയാണെന്ന്. നേരാണ്. ഏട്ടനും ഏടത്തിയും പോയപ്പോൾ വീടുറങ്ങി. വിജി തുണികളെല്ലാം നനച്ചിടാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ശേഖരൻ അപ്പോഴേക്കും പറമ്പിൽ നിന്ന് കയറി വരുന്നുണ്ട്. നാത്തൂൻ എങ്ങനെയുണ്ടടി ഉണ്ണിമോളെ? മകൾ കൊടുത്ത് ചായ മേടിച്ച് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് ശേഖരൻ ചോദിച്ചു. അവർ പോയതിൽ ഇവർക്ക് രണ്ടാൾക്കും ആകെ വിഷമമാണ്. കൊഴുക്കട്ടി ഉണ്ടാക്കുകയാണ് സുമിത്ര. വൈശാഖനൊരു ജോലി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നുവെന്ന് ശേഖരൻ പറഞ്ഞപ്പോൾ മക്കൾ രണ്ടാളും സുമിത്രയും അത് ശരിവെച്ചു. ഹലോ എടാ വൈശാഖ, മറ്റന്നാളാണ് ഇൻ്റർവ്യൂ. നീ ഒന്ന് പോയി നോക്കണം കേട്ടോ. വിഷ്ണു അത് പറയുമ്പോൾ വൈശാഖിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എൻ്റെ മഹാദേവ, ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ. അവനൊരു നിമിഷം കണ്ണടച്ചു. എടാ, എനിക്ക് കിട്ടുമോടാ എന്ന് ചോദിച്ചെങ്കിലും വൈശാഖിന് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കിട്ടും, നീ നോക്കിക്കോ. തൽക്കാലം നീ ഇപ്പോൾ വേറെ ആരോടും ഇത് പറയണ്ട. വിഷ്ണുവിൻ്റെ വാചകം ശരിയാണെന്ന് അവനും തോന്നി. കാരണം അഥവാ ജോലി റെഡിയായില്ലെങ്കിൽ ആകെ നാണക്കേടാകും. നീ എവിടാ? ഭാര്യ വീട്ടിൽ പരമസുഖമാണോ? പിന്നല്ലാതെ.
സുഖം കൂടുതലാണെങ്കിലേ ഉള്ളൂ. ശരിയടാ, അപ്പം മറ്റന്നാൾ കാണാം. വൈശാഖൻ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞതും ലക്ഷ്മി കുറച്ച് പരിപ്പോടയുമായിട്ട് അവിടേക്ക് വന്നു. അവൾ ഒരെണ്ണം കഴിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതാ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, അമ്മ ഉണ്ടാക്കിയതാണ്. അവൾ പ്ലേറ്റ് അവൻ്റെ നേരെ നീക്കി. അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റുണ്ട്. അവൻ ഒരെണ്ണം കഴിച്ചുകൊണ്ടും പറഞ്ഞു. അവളും ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. നിനക്കിത് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നിട്ട് ഞാനിത് മേടിച്ചോണ്ട് വന്നപ്പോൾ എന്തേ നീ കഴിച്ചില്ല? ഓ, അതപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു രസവും തോന്നിയില്ല. ലക്ഷ്മി അതും പറഞ്ഞുകൊണ്ട് തടി തപ്പി. താൻ നിന്നപ്പോൾ അത് ഉണ്ണിമോളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത കുശുമ്പിനാണ് അവളത് കഴിക്കാതിരുന്നതെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഇപ്പോഴത് വൈശാഖിന് മനസ്സിലായി. രാജീവനും ദീപയും കൂടി കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. ഇതെന്തൊക്കെയാണ് മോളെ? രാജീവിൻ്റെ അമ്മ ദീപയോട് ചോദിച്ചു. കുറച്ച് കക്കയിറച്ചിയും ബീഫും ആണമ്മേ. പിന്നെ ഫ്രൈ ചെയ്യാൻ കുറച്ച് പൊടിമീനും കിളിമീനും വാങ്ങി. അവൾ അതെല്ലാം എടുത്ത് നിർത്തി. അത്യാവശ്യം പച്ചക്കറികളെല്ലാം മേടിച്ചു. കുറേ സാധനങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അതെല്ലാം എടുത്തവൾ അമ്മയെ കാണിച്ചു. അവർക്കത് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. അവനപ്പോൾ അശോകൻ്റെ പ്ലാൻ പൊളിച്ചല്ലേ. രാജീവിൻ്റെ അച്ഛൻ ഒരു പെഗടിച്ചുകൊണ്ട് മകൻ പറയുന്നത് കേട്ടിരിക്കുവാണ്. അതെ അച്ഛാ, അയാൾ പഠിച്ച പണി 18 നോക്കിയതാ, പക്ഷെ നടന്നില്ല. അവനത് സ്നേഹപൂർവ്വം നിരസിച്ചു. എന്തായാലും അവനാളും എടുക്കനാ, അന്തസ്സുള്ളവനാ. അതാണ് അവനത് വേണ്ടെന്ന് വെച്ചത്. വരട്ടച്ചാ, ഇനി അവൻ്റെ പ്ലാൻ വേറെയാണോന്നറിയില്ലല്ലോ. അതും ശരിയാണ്, നമുക്ക് നോക്കാം. ചുവരിന് മറിഞ്ഞു നിന്നുകൊണ്ട് ദീപ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈശാഖിന് സമ്മതമല്ലേ? രാജീവേട്ടനും അച്ഛനും പറഞ്ഞതിൻ്റെ പൊരുൾ അതല്ലേ എന്ന് ദീപ ഓർത്തു. തൻ്റെ അച്ഛന് അപകടം ഉണ്ടായിന്നറിഞ്ഞ നിമിഷം താൻ തകർന്നു പോയപ്പോൾ തന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നതിന് പകരം അച്ഛനും മകനും കൂടി സന്തോഷിക്കുമായിരുന്നു. തൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം എല്ലാം കൈക്കലാക്കാനാണ് ഇയാൾ കാത്തിരിക്കുന്നത്. പതിവില്ലാതെ ഇന്ന് മാർക്കറ്റിൽ കയറി എല്ലാം വാരിക്കൂട്ടിയപ്പോൾ തന്നെ അതിശയിച്ചു പോയി. വൈശാഖനത് നിരസിച്ചതിൻ്റെ സന്തോഷമായിരുന്നല്ലേ? ദീപയുടെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ അവൾ അടുക്കളയിലേക്ക് പിൻവാങ്ങി. നാളത്തേക്കുള്ളതെല്ലാം ദീപയും അമ്മയും സഹായത്തിന് നിൽക്കുന്ന സ്ത്രീയും കൂടി റെഡിയാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ വന്നപ്പോൾ 10 മണി കഴിഞ്ഞു. അവൾ നോക്കിയപ്പോൾ രാജീവൻ ചെരിഞ്ഞ് കിടക്കുകയാണ്. ഹാവൂ, ഉറങ്ങി. അല്ലെങ്കിലും എൻ്റെ നടു ഒടിഞ്ഞു. ദീപ വന്ന് ലൈറ്റ് അണിച്ചതും രാജീവൻ വേഗം കിടക്കയിൽ എഴുന്നേറ്റു. നീ എന്താ ഉറങ്ങാൻ പോവാണോ? മണി 10 കഴിഞ്ഞതേ ഉള്ളൂ. അയാൾ അലമാര തുറന്നു. ഇതാ. രാജീവനൊരു ഗുളിക അവൾക്ക് നേരെ എറിഞ്ഞു. ദീപ അനുസരണയോടെ അത് കഴിച്ചു. അല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് അവൾക്കറിയാം. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഇതാണ് രാജീവൻ്റെ രീതി. അമ്മയമ്മ എല്ലാ മാസവും ചോദിക്കും, വിശേഷമുണ്ടോ മോളേന്ന്. ഒരു തവണ താനത് സൂചിപ്പിച്ചപ്പോൾ രാജീവനെന്നുണ്ടാക്കിയ കോലാഹലമൊന്നും പറയണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ കുട്ടി വേണ്ട. അങ്ങനൊരു താല്പര്യം തോന്നുമ്പോൾ അറിയിക്കാമെന്നാണ് എൻ്റെ മറുപടി. പിന്നീട് ദീപ ഒരിക്കലും അയാളുടെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മോളെ, എങ്കിൽ പോയി കിടന്നോളൂ, നേരം ഇത്ര ആയില്ലേ? ശ്യാമള മകളോട് പറഞ്ഞു. അവൾ TV നോക്കിയിരിക്കുകയാണ്. അമ്മ, ഈ സിനിമ ഇപ്പം തീരും, ഒരു അരമണിക്കൂർ. അവൾ പറഞ്ഞതും ശ്യാമള പിന്നെ ഒന്നും പറഞ്ഞില്ല. വൈശാഖൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കട്ടെ എന്നാണ് അവൾ ഓർത്തത്. തൻ്റെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചതുകൊണ്ട് അവൾക്കാകെ ദേഷ്യമായിരുന്നു. ഒരു പണിയില്ലാതെ നടക്കട്ടെ, അവൾ ചിറികൂട്ടി. അശോകൻ വന്ന് നിർബന്ധിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയത്. അവൾ ചെന്നപ്പോൾ വൈശാഖനെ കണ്ടില്ല. അവൻ വാഷ്റൂമിലായിരുന്നു. അവൾ വേഗം ബെഡിലേക്ക് കിടന്നു. വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ അവൾ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. ഇവളുടെ അഹങ്കാരമൊക്കെ മാറ്റണം. എൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന് തനിക്ക് കുറച്ച് സമയം വേണം. എന്തായാലും എടുത്തു ചാടി വിവാഹം കഴിച്ചത് മോശമായി പോയെന്ന് കെട്ടുകഴിഞ്ഞെന്ന് അവനും മനസ്സിലായി. അവനും കട്ടിലിൽ കയറി കിടന്നു. എടി പുല്ലേ, നിന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോടി. തുടരും. വൈശാഖനൊരു പാവം ചെറുപ്പക്കാരനാണ് കേട്ടോ. തൊഴിലില്ലാത്ത പ്രശ്നമാണ് അവന്. എല്ലാം മാറുന്നതുവരെ നമുക്ക് കാത്തിരിക്കാമല്ലേ? കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവേത് സപ്പോർട്ട് തരണേ. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെ കൂടിയേ തീരൂ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.